നാളത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താണ് കാശി പറയാനുള്ളത്? സഞ്ജു ഹായ് ഗൈസ്, സമയം 4:50. ഒരു 5 മണിയാകുമ്പോഴേക്കും റെഡി ആവണം. ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം കാണാട്ടാ. ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ റെഡിയായി. എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡും ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ ഏകദേശം 5 മണിയായപ്പോൾ ഇറങ്ങി. ചെറുതായി മഴയുണ്ട്. ക്ലൈമറ്റ് ഈസ് സോ കോൾഡ്. മോനെ കാശ് മോഡൽ തന്നെയല്ലേ? ഏത് ടൈമാണ് പറഞ്ഞിരുന്നത്? അവൻ ട്യൂഷന് വരുന്ന അതേ കോസ്റ്റ്യൂം. എനിക്ക് ആദ്യം തന്നെ ഇവരെ നന്നായിട്ടൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം ഒരു സൺഡേ മോർണിംഗ് ആണ്. രാവിലെ 4:50 എണീറ്റ് റെഡിയായി ഒരു സ്ഥലം കാണാൻ പോകാൻ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു അത്യാവശ്യം ചെറിയ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം സീരിയസ്ലി ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ ഏത് സ്ഥലമാണ് കാണാൻ പോകണമെന്നോ ഒന്നും ഇവർക്കറിയില്ല. എന്താണ് അവിടെ കാണാൻ പോകണമെന്നൊന്നും അറിയില്ല. ഓൺലി തിങ് ആ സ്ഥലത്തിൻ്റെ പേര് മാത്രം അറിയാം. അത് ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് പുതുശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. 5:30 ആദ്യത്തെ ബസ് വരുമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് 6 മണിക്കാണ് ട്രെയിന്. ആൻഡ് 5:40 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് വന്നത്. ആൻഡ് ദാറ്റ് ടു ഒരു കോയമ്പത്തൂർ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ്. ആൻഡ് ആ ബസ്സിൽ കയറി ഹാപ്പി ആയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യായിരുന്നു. ഒപ്പം ഞങ്ങൾ വാച്ച് നോക്കുന്നുണ്ട്, കാരണം ടൈം ഈസ് റണ്ണിങ്. ഫൈനലി ബൈ 5:50 വി റീച്ച് ദർ. ശ്രീകുട്ടൻ ഓടിച്ചാടി വരുന്ന കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ വന്നു. എനിക്ക് മനസ്സിലായി അടുത്തൊരു ബസ്സിൽ ഞങ്ങൾ എത്തില്ല എന്ന്. സോ വി ടുക്ക് എൻ ഓട്ടോ ടു പാലക്കാട് ടൗൺ സ്റ്റേഷൻ. സമയം നോക്കടാ, ടിക്കറ്റ് എടുക്കണം. ക്യാമറയ്ക്ക് പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ 4 പേര് 2 തേങ്ങാ ബൺ, ഇതായിരുന്നു രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ട്രെയിൻ വന്നിട്ട് പോലും 3 ഒരു മൈൻഡ് പോലും ഇല്ല. അങ്ങനെ ഞങ്ങളുടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ് എത്തി. കറക്റ്റ് 6:10 പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6 മണിക്കാണ് ഒലോക്കോട് എത്തുക. സോ ഇനി മൊത്തം ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകൾ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ സീറ്റ് കിട്ടില്ല എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് എന്ത് ഭാഗ്യത്തിലാണെന്ന് അറിയില്ല, ഞങ്ങൾ കയറിയ ആ ഒരു ബോഗിയിൽ അല്ലെങ്കിൽ ആ ഒരു കോച്ചിൽ ഫുൾ സീറ്റായിരുന്നു. അങ്ങനെ എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. മൊത്തം വിൻഡോ സീറ്റൊക്കെ പിടിച്ച് ദേ വാസ് സോ ഹാപ്പി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ദേ വാസ് ഓൾസോ ഹാപ്പി. സീറ്റ് കിട്ടി, ട്രെയിനിൻ്റെ സൗണ്ടും ആ ഒരു മോർണിംഗ് വൈബും. ഇറ്റ്സ് സോ നൈസ്, റൈറ്റ്? ക്യാമറ സ്റ്റാർട്ട് ചെയ്തു. സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ? അപ്പുറത്ത് ഉടക്കാന്നാ. നമ്മളെവിടെ പോണ് കാശി? ഇഷ്ടംപോലെ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെട്ടം, ഹൃദയം സിനിമയില്ലേ, അതവിടെ. എന്തിന്? ആടുജീവിതത്തിലെ ട്രെയിൻ സീൻ അവിടെ ഷൂട്ട് ചെയ്തത്. സോ അങ്ങനെ there are so many films. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ പേര് മുതലമട എന്നാണ്. സോ പാലക്കാട് ടൗണിൽ നിന്ന് രാവിലെ
ഈ ഒരു ട്രെയിനേ ഉള്ളൂ മുതലമടയ്ക്ക്. ഒരാൾക്ക് 30 രൂപ ടിക്കറ്റുള്ളൂ. ഒരു 45 മിനിറ്റ്സ് ജേണിയാണ്. നമ്മുടെ പാലക്കാടിൻ്റെ പാടവും പച്ചപ്പും ഹരിതാവും എല്ലാം ആസ്വദിച്ച് ഈ മഴയും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. How is the climate, guys? സോ മഴയുടെ സൗണ്ട് കേട്ടില്ലേ? ഇതിലും നല്ലൊരു കാലാവസ്ഥ ഇനി ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇത്തിരി മഴ കൂടുതലായി എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. സോ മുതലമടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1998 ബ്രിട്ടീഷുകാർ ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. ഈ പൊള്ളാച്ചി, ചെന്നൈ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇവിടെ നിന്ന്, അതായത് പാലക്കാട്, നെല്ലിയാമ്പതി, പറമ്പിക്കുളം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് തേയിലയും കാപ്പിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പണിക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് മോർ ദാൻ 25 ഫിലിംസ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് വളരെ ഫേമസ് ആണ് ആൻഡ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഒന്ന് വെട്ടം, പിന്നെ ഹൃദയം, പാണ്ടിപ്പട, ഇങ്ങനെയുള്ള കുറേ സിനിമകളുടെ കുറേ സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ് ഗൈസ്, ഈ മുതലമട ഈസ് ഓൾസോ നോൺ ആസ് ദ മാംഗോ സിറ്റി ഓഫ് കേരള. കാരണം അത്രത്തോളം ഇവിടെ മാങ്ങത്തോട്ടവും മാങ്ങ കൃഷിയും വെറൈറ്റീസ് ഓഫ് മാംഗോസ് കിട്ടും. സോ മാംഗോ സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്നത് തന്നെ മുതലമടയാണ്. ആൻഡ് എടുത്തു പറയേണ്ടത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി തന്നെയാണ്. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് കാണാനും എൻ്റെ പിള്ളേരെ അത് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കൊണ്ടുവന്നത്. എനിക്കറിയില്ല അവർക്കത് എത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കാണാൻ പോയി അവിടെ വെള്ളം, മഴയുണ്ടെങ്കിൽ കുളിക്കണം, കുറേ നേരം കളിക്കണം, അങ്ങനെയാണ്. ബട്ട് അതൊന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ ആ ഒരു ട്രെയിൻ ജേണിയും ഈ ഒരു സ്ഥലവും കാര്യങ്ങളും ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക. സോ ഈ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ നോക്കി നോക്ക്, ഒരു രക്ഷയില്ല. രണ്ട് സൈഡും മരങ്ങളും, ഒപ്പം ഈ ഒരു മഴയും കൂടി വന്നപ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായി. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഒരു 3 തവണ ഞങ്ങൾ നടന്ന് കണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഏതൊക്കെയോ ഒരു കോളനിയുടെയും ചെറിയ വഴികളുടെ ഇടയിൽ കൂടിയൊക്കെ പോയി. കാശി വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല എവിടേക്കാണ്, എനിക്കും ഒരു ഐഡിയ ഇല്ല എവിടെയാണെന്ന്. സോ ഞങ്ങൾ നല്ല മഴയത്ത് 4 പേരും കൂടി തെരാപ്പര അങ്ങോട്ട് നടന്നു. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ബസ് വരും എന്നാണ് ഈ സൈക്കിളിൽ പോയ ചേട്ടനൊക്കെ പറഞ്ഞതാണ്. അവരുടെ അടുത്ത് ചോദിച്ചു. 7:30 ജേണി വളരെ നല്ലതായിരുന്നു. പക്ഷേ ബസ്സിൽ ഇരുന്ന് ഉറക്കം വന്ന് മതിയായി. അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തെത്തി. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ആൻഡ് ഇത്തവണ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാശ് കൊടുക്കുന്നത് അറിയോ? ഇപ്പം അറിയണ്ട, വീഡിയോയുടെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാവും ആരാ പൈസ കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 മസാല ദോശയും ഒരു നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. ഫുഡ് എത്തി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കാശി? കഴിച്ചില്ലേ?
എത്ര വട്ടം കഴിച്ചു? 3-4 വട്ടം കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് പറയാം. ക്യാമറ ഹായ് പറയും. ഒന്നും പറയില്ല, സന്തോഷമായി. പിന്നെ എന്തിനുള്ളതാണ് ഈ ട്രീറ്റ്? പറ. എന്തിനും? സയൻസിലെ വാങ്ങിയത്, മാത്സിലെ വാങ്ങിയത്, ബർത്ത്ഡേ ഡേറ്റ്. ഈ എ വാങ്ങുന്ന കാരണം ആ കാണുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ക്യാമറ. ഇനി നമ്മളൊരു താങ്ക്സ് പറയാ, അവനല്ലേ പൈസ കൊടുത്തത്. Thank you, my boy. Thank you. Thank you. Thank you. ഹലോ ഹലോ. എടാ നല്ല വിഷമമുണ്ടടാ. ഹായ്, എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ. ദിസ് ഈസ് ഹൗ വി സ്പെൻഡ് അവർ സൺഡേ. ഞാനും എൻ്റെ ട്യൂഷൻ പിള്ളേരും ഇതുവരെ കാണാത്തൊരു സ്ഥലം, ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി. നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല മെമ്മറീസ് ആയിരുന്നു. ഒരു ട്രെയിൻ യാത്ര ചെയ്തു വളരെ അടുത്ത്. സോ ഒരിക്കലും ടൈമില്ല എന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വളരെ എത്ര 30 രൂപയ്ക്ക് ആണ് ഈ ഒരു ട്രെയിൻ ജേണി നടത്തിയതും ഓരോ എക്സ്പീരിയൻസും ഓരോ മെമ്മറീസും. സോ ഫോർ മീ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ആൻഡ് പൈസ കാശ് കൊടുത്ത് പാവം നല്ല സങ്കടമുണ്ട്. പക്ഷേ ഹീ ഷുഡ് നോ ദ വാല്യൂ ഓഫ് മണി. അതിങ്ങനെ നമ്മൾ കയ്യിൽ നിന്നെടുത്ത് ചിലവാക്കുമ്പോൾ അതിൽ ചെറിയൊരു വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഹീ ഷുഡ് നോ. അതായിരുന്നു എൻ്റെ ഒരു തോട്ടായിരുന്നു ആ സമയത്ത്. ആൻഡ് അതിന് അവൻ്റെ ബർത്ത്ഡേക്കും മാർക്ക് വാങ്ങിയതിന് എല്ലാത്തിനും കൂടി ഞങ്ങൾക്ക് ചിലവ് ചെയ്താണ്. സോ ഹാപ്പി, ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സോ മച്ച് താങ്ക്സ് ടു ദെയർ പാരൻസ്. അവരെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വിടുന്നതിനും പിന്നെ താങ്ക് യു ഗോഡ് ഒന്നും സംഭവിക്കാണ്ട് തിരിച്ചെത്തുന്നതിനൊക്കെ. സോ അടുത്തൊരു സ്ഥലം, അടുത്തൊരു വീക്കെൻഡ് ഇതുപോലെ കാണാം. അൺടിൽ ബൈ.